മകനും ഒരു ഉമ്മയും തമ്മിൽ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ആ ഉമ്മയെന്നും മകന്റെ അരികത്ത് പോയിരുന്നിട്ട് വർത്തമാനം പറയും. ആ ഉമ്മ ഇങ്ങനെ മകനോട് പല കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അവിടുന്ന് മകനുമ്മയോട് വർത്തമാനങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ഉമ്മ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഉമ്മയോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മകൻ ഇങ്ങനെ കടന്നു വരികയാണ്. ഒരു വേള പ്രിയപ്പെട്ട മകനവിടുന്ന് ഉമ്മ അരികത്ത് വന്നിരുന്ന് എഴുന്നേറ്റ് പോകാവരുങ്ങുമ്പോ മകനവിടുന്ന് പറയുന്നു, ഉമ്മ എന്റെ അരികത്ത് വന്നിരിക്കുവോ ഉമ്മ. മകൻ എങ്ങനെ ഉമ്മാന്റെ അരികത്ത് വന്നിരുന്നു. അങ്ങനെ ഉമ്മ മകന്റെ അരികത്ത് വന്നിരുന്നു. മകൻ അവിടെ നിന്ന് ഒരു കടലാസ് എടുത്തു ഉമ്മാന്റെ കയ്യിലേക്കൊന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇപ്പൊ നിങ്ങളിത് വായിക്കല്ലേ, ഇപ്പൊ നിങ്ങളിത് നോക്കല്ലേ. ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയാൽ നാളെ നേരം വെളുത്താൽ എഴുന്നേക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തല്ലാതെ എന്റെ ഉമ്മ ഇത് വായിക്കല്ലേ, എന്റെ ഉമ്മ ഇത് വായിക്കരുതിപ്പോ. അങ്ങനെ ഉമ്മ മകന്റെ വാക്ക് കേട്ടുകൊണ്ട് ചെന്ന് കിടക്കുകയാണ്. നേരം വെളുത്ത പാടെ പ്രിയപ്പെട്ട പുന്നാര മകനെ വിളിക്കാൻ ഉമ്മ ഓടി വന്നു. മകനെ വിളിക്കാ ഉമ്മ അരികത്ത് വന്നു. പക്ഷേ എന്നും വിളിച്ചാൽ എഴുന്നേക്കുന്ന പൊന്നുമോന ഇന്ന് അനങ്ങുന്നില്ലല്ലോ. ഉമ്മാന്റെ മനസ്സങ്ങ് പിടഞ്ഞു പോവുകയാണ്. എന്റെ കൺമണിയെ കണ്ണു തുറക്കടാ, പൊന്നുമോനെ കണ്ണു തുറക്കടാ, എന്തേ എഴുന്നേക്കാതെ കിടക്കുന്നതെന്തേ? നേരം വെളുത്ത് സ്കൂളിൽ പോകാ, കോളേജിൽ പോകാ, പ്രിയപ്പെട്ട പൊന്നുമക്കളെ കുളിപ്പിച്ചു ഒരുക്കി പറഞ്ഞു വിടുന്ന പെങ്ങളെ. അതുപോലെ ഒരു ഉമ്മ ചെന്നിട്ട് മകനെ വിളിക്കുകയാണ്, മോനെ എഴുന്നേക്കുമോ? മകൻ അവിടെ നിന്ന് കണ്ണു തുറക്കുന്നില്ല. ഉമ്മാന്റെ ശബ്ദമിടറുകയാണ്. ഉമ്മ കരയാൻ പോവുകയാണ്. എന്തേ പൊന്നുമോനെ മിണ്ടാത്തത്? എന്തേ പറ്റിപ്പോയത്? അല്ലാഹുവേ, എന്റെ കുട്ടി ചലിക്കുന്നില്ലല്ലോ റബ്ബേ, അവൻ മിണ്ടുന്നില്ലല്ലോ റബ്ബേ. എന്റെ തങ്കക്കുടത്ത് ഇങ്ങനെ ഉമ്മ പോയിട്ട് വെള്ളമെടുത്ത് കൊണ്ടുവന്നിട്ട് മകന്റെ പൂമുഖത്തേക്ക് അങ്ങ് കുടയുമ്പോ അല്ലാഹുവേ, മകനിക്ക് ചലനമറ്റ് കിടക്കുകയാണ്, കണ്ണു തുറക്കുന്നില്ല. അവിടെ നിന്ന് കിടക്കുന്ന മകന്റെ മൂക്കത്ത് വിരൽ വെക്കുമ്പോ അല്ലാഹുവേ, ഇന്നലെ വരെ ദുനിയാവിന്റെ പുറത്ത് പടച്ചതമ്പുരാൻ കൊടുത്തിരുന്ന ശ്വാസം ഇന്നതാ നിലച്ചു പോയിരിക്കുകയാണ്. ഏതൊരുമ്മക്കാണ് സഹിക്കാൻ പറ്റുന്നത്? പ്രിയപ്പെട്ട കുഞ്ഞിമോനെ മടിയിലേക്ക് അങ്ങെടുത്ത് വെക്കുകയാണ്. ജീവനോടെയല്ല, മരിച്ചിട്ട് കുഞ്ഞിമോന്റെ മയ്യത്തെടുത്ത് മടിത്തട്ടിൽ വെച്ചിട്ടൊരുമ്മ കരയുകയാണ്. ഉമ്മ വല്ലാണ്ട് കരയുകയാണ്. ഉമ്മ വല്ലാതെ ദുഃഖിക്കുകയാ. പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വന്നപ്പോ പുന്നാര മകനെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് ആ പെണ്ണിനോട് പറഞ്ഞ്, പൊന്നുമോനെ ഇങ്ങ് തരുമോ? അല്ലാഹുവേ, പൊന്നുമോനെ കയ്യിലേക്ക് മേടിച്ചിട്ട് ബാപ്പ കരയാട്. പൊന്നുമോനെയാ ബുനയ്യാ, നിന്റെ കണ്ണു തുറക്കടാ, നിന്റെ ബാപ്പച്ചിയാണ് വന്നിരിക്കുന്നത്. നീ എന്ത് പറഞ്ഞാലും ഉപ്പ ചെയ്യൂല മോനെ. എന്റെ കുഞ്ഞുമോനെന്ന് കണ്ണു തുറക്കുമോ? അല്ലാഹുവേ, പൊന്നുമകന് കണ്ണു തുറക്കുന്നില്ല. അവസാനം ബാപ്പ തന്നെയാണ്. ബാപ്പ പൊന്നുമകന്റെ മയ്യത്തുമായി കൊണ്ടുപോകുന്ന ഒരു മറയുടെ പെണ്ണില് കൊണ്ടുപോയിട്ട് ഉപ്പ മകന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഉപ്പ ചെന്നിട്ട് പൊന്നുമകന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാ. ഓരോ ബക്കറ്റിന് വെള്ളമെടുത്തൊഴിക്കുമ്പോഴും ആ ഉപ്പാന്റെ കണ്ടടത്തിലൂടെ കണ്ണുനീര് വീഴുകയാ. അവന്റെ കളി മാറിയിട്ടില്ല, അവന്റെ ചിരി മാറിയിട്ടില്ല, അവന്റെ കുസൃതികൾ മാറിയിട്ടില്ല. അതെല്ലാം കണ്ണിൽ തന്നെ നിൽക്കുകയാണ്. അതെല്ലാം കണ്ണിൽ തന്നെ നിൽക്കുകയാണ്. വല്ലാത്ത ദുഃഖത്താൽ പുന്നാര മകന്റെ മയ്യത്ത് കുളിപ്പിച്ചു. പൊന്നുമകന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് കൊണ്ടുവരുന്നു. കൊണ്ടുവന്നിട്ട് സുബ്ഹാനല്ലാഹ്, പുന്നാര മകന്റെ മയ്യത്ത് കുളിപ്പിച്ച് കൊണ്ടുവരികയാണ്. കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വെള്ള പുതപ്പിച്ചിട്ടിരിക്കുന്ന ആ വെള്ള തുണിയിലേക്ക് അങ്ങ് കിടത്തുകയാണ്. അതാ അലറി വിളിച്ച് അലമുറയിട്ട് കരഞ്ഞിട്ട് വിഷമിച്ചുകൊണ്ട് ഒരു പെണ്ണ് ഓടി വരുന്നു. മോനെ, നിന്റെ ഉമ്മയാടാ വന്നത്. എന്റെ പൊന്നുമോനെന്തേ ഉമ്മയോട് മിണ്ടാത്തത്? എന്റെ പൊന്നുമോനെന്തേ ഉമ്മയോടൊന്നും പറയാത്തത്? ഇന്നലെ വരെ വർത്തമാനം പറഞ്ഞിരുന്ന പൊന്നുമോനാ, ഇന്നലെ വരെ ഭക്ഷണം മേടിച്ച് കടിച്ച പൊന്നുമോനാ, ഇന്നെന്തേ ഉമ്മയെ തനിച്ചാക്കി ബാപ്പയെ തനിച്ചാക്കി അവിടെ ണോ? അല്ലാഹുവേ, ഏതായാലും പ്രിയപ്പെട്ട കുഞ്ഞിമോന്റെ വെള്ള പുതപ്പിച്ച ശരീരം ഉമ്മ വന്നിട്ട് പൊന്നുമകന്റെ കവിൾത്തടത്തിൽ മൊത്തം കൊടുത്തു. പൊന്നാര മകന്റെ കവിൾത്തടത്തിൽ മൊത്തം കൊടുത്തിട്ട് മയ്യത്തവിടം എടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരിശുദ്ധമായ കലിമ ചൊല്ലിയിട്ട് മയ്യത്തവിടം എടുക്കുകയാണ്. പള്ളിപ്പറമ്പിലേക്കൊന്ന് കൊണ്ടുവന്ന് അടക്കുകയാണ്. അടക്കിയിട്ട് ഭാര്യയും ഭർത്താവും കരച്ചിലടക്കാൻ കഴിയാതെ, സങ്കടം സഹിക്കാൻ കഴിയാതെ രണ്ടുപേരും വിഷമിച്ച് വേവലാതിപ്പെട്ട് കരയുകയാണ്.
രണ്ടുപേരും കരയുകയാണ്, രണ്ടുപേരും ദുഃഖിച്ചിരിക്കുകയാണ്. ആ സമയമാ പ്രിയപ്പെട്ടവൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുകയാ, തന്റെ പ്രിയതമന്റെ കയ്യിലേക്കൊന്ന് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇത് മകൻ ഇന്നലെ തന്നതാണ്. അവൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചൊരു പേപ്പറാ, എന്റെ കയ്യിൽ ഏൽപ്പിച്ചൊരു പേപ്പറാ, ഒന്ന് വായിക്കുമോ? അല്ലാ അല്ലാ, അവൻ ആ പേപ്പറിൽ എഴുതിയിരിക്കുകയാണ്, ഉമ്മാ, ഇനി നിങ്ങളോട് വർത്തമാനം പറയാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് വർത്തമാനം പറയാ. ഈ പൊന്നുമോനില്ല ഉമ്മാ, ഇനി എന്റെ വാപ്പയോട് പറയണം, ഈ കുഞ്ഞുമോന്റെ കളി ഇനി വാപ്പ കാണൂലെന്ന് പറയണം, ഈ പൊന്നുമോന്റെ ചിരി ഇനി വാപ്പ കാണൂലെന്ന് പറയണം. ഉമ്മാ, ഞാനങ്ങ് മരിച്ചാൽ എന്റെ ഉമ്മക്കും എന്റെ ബാപ്പക്കും ഒരേ ഒരു കുട്ടിയാണ്. ആ കുട്ടിയായ ഞാനങ്ങ് മരിച്ചാൽ എന്റെ ഉമ്മയും എന്റെ ബാപ്പയും കരയല്ലേ, നിങ്ങൾ സങ്കടപ്പെടല്ലേ, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ ദുഃഖിക്കല്ലേ. അല്ലാഹു തന്ന പരീക്ഷണമായി നാളെ പടച്ചവന്റെ കോടതിയില് എന്റെ ഉമ്മയെ കാത്ത് എന്റെ ബാപ്പയെ കാത്തിട്ട് നാളെ പടച്ചവന്റെ കോടതിയില് ഈ പൊന്നു മകൻ ഉണ്ടാകും. പിന്നീട് അവിടെ നിന്ന് വായിച്ചു വരുമ്പോഴാണ്, ഉമ്മ, ഞാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ ഉമ്മ, അതൊക്കെ അടുക്കി വൃത്തിയാക്കി എന്റെ ബാപ്പ കിടക്കുന്ന റൂമിൽ കൊണ്ടുവെക്കണം ഉമ്മ. എന്തിനെന്നറിയോ? എന്റെ ബാപ്പയുടെ പെട്ടിയുടെ ഉള്ളിൽ കൊണ്ടുവെക്കണം. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു വേള മകൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട്, ഉമ്മ, ഞാനൊരു ദിവസം നോക്കിയപ്പോ ഞാൻ ഇട്ടുവെച്ചിരുന്ന പഴയ അഴുക്ക് പിടിച്ചൊരു തുണി എന്റെ ബാപ്പ എടുത്ത് അതിനകത്ത് മുത്തം കൊടുക്കുകയാണ്. അതെന്റെ ബാപ്പാന്റെ പെട്ടിയിലുണ്ട്. ഉമ്മ അഴുക്ക് പിടിച്ച എന്റെ കീറിയ തുണികള് ഉമ്മ വലിച്ചെറിഞ്ഞല്ലോ ഉമ്മ, അത് ഉമ്മാക്ക് എവിടെയാണെന്ന് വല്ല ഓർമ്മയുമുണ്ടോ? ഉടൻ തന്നെ മകൻ പറഞ്ഞതൊക്കെ ഇല്ലാതെ അവിടെ ഉമ്മ പറഞ്ഞു, മോനെ, എല്ലാം ഇല്ലാതായി. ഉടൻ തന്നെ മകൻ അന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ മരിച്ചതിന് ശേഷം, ഉമ്മ പറഞ്ഞടാ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, ഞാനെങ്ങാനും മരിച്ചാൽ എന്റെ ബാപ്പയുടെ പെട്ടി എന്റെ ഉമ്മയൊന്ന് തുറക്കണേ. അവിടെ ഇത് കേട്ടപാട് പ്രിയപ്പെട്ട ഉമ്മ ചെന്നിട്ട് ബാപ്പാന്റെ പെട്ടി തുറക്കുകയാണ്. ഇന്നലെ വരെ കളഞ്ഞിരുന്ന മകന്റെ എല്ലാ വസ്ത്രങ്ങളും ആ പെട്ടിയുടെ ഉള്ളിൽ ബാപ്പ പൊന്നുമകനെ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ, അവിടെ നിന്ന് പൊന്നുമകനിക്ക് മുത്തം കൊടുക്കുന്നത് പോലെ എല്ലാ ദിവസവും പൊന്നുമോന്റെ ഉടുപ്പെടുത്തിട്ട് ആ ഉടുപ്പിൽ മുത്തം കൊടുക്കാനുണ്ടായിരുന്നു. അത് അതിനകത്ത് എഴുതിയിരിക്കുകയാ, ഉമ്മ, ഞാനങ്ങ് മരിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് വീണ്ടും സന്താനങ്ങളെ തന്ന ആ ഒരു കുട്ടി ആണായാൽ എന്റെ പേര് തന്നെ അവന് കിടുമോ ഉമ്മ? അവിടെ റബ്ബേ, വർഷങ്ങൾ കടന്നുപോയി, അവർക്ക് അല്ലാഹു ഒരു ആൺകുട്ടിയെ കൊടുത്തു. ഇതേ മകന്റെ പേര് വെക്കുകയാണ്. വെക്കുമ്പോഴേക്കാ ഉമ്മാന്റെ കണ്ണു നിറയുന്നു, ബാപ്പയുടെ കണ്ണു നിറയുന്നു. അല്ലാഹുവേ, സങ്കടത്തോട് ദുഃഖത്തോട് പൊട്ടിക്കരഞ്ഞിട്ട് അവര് ബാപ്പ നിലവിളിക്കുകയാണ്, യാ ബുനയ്യാ, ഉപ്പാന്റെ പൊന്നുമോനെ, നീ എവിടെയോ ഇരുന്ന് ഉപ്പയെ കാണുന്നുണ്ടല്ലോ, നിന്റെ കുഞ്ഞനുജനെ കാണുന്നുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി നിന്റെ പേര് നിന്റെ കുഞ്ഞനുജനിക്ക് ഇട്ടിരിക്കുകയാ പൊന്നുമോനെ. അല്ലാഹുവേ, സഹിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടിയെടുത്ത് പേര് വിളിച്ച് കവിൾത്തടത്തിൽ മുത്തം കൊടുക്കുകയാണ്. അങ്ങനെ മകനുമായി വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ബാപ്പ ഒരു കിനാവ് കാണുകയാണ്. എന്തേ കിനാവിലെന്നറിയോ? അല്ലാഹുവേ, അവിടത്തെയുടെ പ്രിയപ്പെട്ട പുന്നാര മകനാണ്. ആ മകൻ അവിടെ നിന്ന് കടന്നു വന്നിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്, ഞാൻ കണ്ടു ബാപ്പാ, എന്റെ കുഞ്ഞനുജനിക്ക് പേരിട്ടത് അതെന്റെ പേരല്ലേ, എന്റെ പേരല്ലേ. അങ്ങനെ അതുപോലെ ഓരോന്നും പറഞ്ഞു. പിന്നീട് ആ ഉമ്മ ആ മകന്റെ അടുത്ത് വായിക്കാൻ മടിച്ചിട്ട് അവിടെ നിന്ന് മടക്കി വെച്ചു. കാരണം മകനില്ലല്ലോ. ഓരോന്ന് വായിക്കുമ്പോഴും കണ്ണു നിറയുകയാണ്, കവിൾത്തടം പൊട്ടുകയാണ്, മനസ്സു നൊമ്പരപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു വേള ദാരിദ്ര്യം വന്ന് പിടികൂടുകയാണ്. എല്ലാ സ്ഥലത്തും പട്ടിണിയാ. അങ്ങനെ വിഷം മുട്ടിയ വയറുമായി ഈ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മ
ഉമ്മയും ഇങ്ങനെ ഇരുന്നിട്ട് ഉമ്മ മകന്റെ അടുത്തെടുത്ത് വായിക്കുമ്പോ അതിനകത്ത് മകൻ അവസാനം എഴുതിയൊരു വാക്കുണ്ട്, ഉമ്മ ഒരു ദാരിദ്ര്യം വരുന്നത് പോലെ തോന്നുകയാ, ഉമ്മ പേടിക്കല്ലേ, എന്റെ കുഞ്ഞനുജനെ പട്ടിണിക്കിടല്ലേ. ഉമ്മ എന്നെ കാണാൻ എന്റെ ബന്ധുക്കൾ വന്നപ്പോ എനിക്കൊരുപാട് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. ആ സമ്മാനങ്ങളൊക്കെ വീടിന്റെ വലതുഭാഗത്ത് ഈത്തപ്പന മരത്തിന്റെ പിൻഭാഗത്ത് അത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. ഉമ്മ അതെടുക്കണേ. അല്ലാഹുവേ, കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ ചെന്നവിടുത്തെ മണ്ണ് മാന്തി, ആ മണ്ണ് മാന്തി നോക്കുമ്പോഴേ പൊന്നുമകൻ പറഞ്ഞതുപോലെ അവിടെ സമ്പത്തൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാ. അതെടുത്തുകൊണ്ട് കഴിക്കുകയാണ്. ആദ്യത്തെ ഭക്ഷണം മേടിച്ച് കുഞ്ഞുമോനിക്ക് കൊടുക്കുമ്പോ ഉമ്മാന്റെ കണ്ണു നിറഞ്ഞിട്ട് പറയാ, ഇത് നിനക്ക് നിന്റെ ഇക്കാക്ക തന്നതാണ്, നിന്റെ ചേട്ടൻ തന്നതാണ് മോനെ. നിന്റെ ഇക്കാക്കയെ വല്ലാത്ത പെരുത്തിഷ്ടമായിരുന്നടാ, അവനെന്ന് പിരിഞ്ഞല്ലോ, അവനെന്ന് മണ്ണിലാണല്ലോ. അല്ലാഹുവേ, എന്റെ കുഞ്ഞിമോനെ നാളെ എനിക്ക് സ്വർഗത്തില് ഒരു വിരുന്നുകാരനാക്കി സന്തോഷവാനാക്കി എനിക്ക് തരണേ അല്ലാ. നാളെ എന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ എന്റെ മകനിലൂടെ ഒരുക്കണേ അല്ലാ. പടച്ചവനെ, അങ്ങനെ അതാ എല്ലാ കഥകളും വായിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട കുഞ്ഞിമോന്റെ ഉപ്പ ആ കബറിന്റെ അരികത്തേക്ക് അങ്ങ് ചെന്നു. കുഞ്ഞിമോന്റെ കബറിന്റെ അരികത്ത് പോയിരിക്കുകയാണ്. ബാപ്പാന്റെ കണ്ണുനീർ ആ കുഞ്ഞിമോന്റെ കബറിടത്തിലേക്ക് ഇറ്റി വീഴുകയാ. അവിടെ ഇരുന്നു കൊണ്ട് വിളിക്കുന്നു, യാ ബുനയ്യാ, മോനെ, വാപ്പ നിന്റെ കബറിന്റെ അരികത്ത് വന്നിട്ടുണ്ട്. വാപ്പ നിന്നെ മറന്നിട്ടില്ല, ഉമ്മ നിന്നെ മറന്നിട്ടില്ല.